ഇനി തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം. സർക്കാർ രൂപീകരിക്കാൻ 118 MLA-മാരുടെ പട്ടിക ഹാജരാക്കണമെന്ന് ഗവർണർ നിലപാടെടുത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. വെള്ളിയാഴ്ച വരെയാണ് വിജയിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. 112 പേരുടെ പിന്തുണ മാത്രമുള്ള വിജയ് ഭരണം ഉറപ്പിക്കാനായി കൂടുതൽ ചെറുകക്ഷികളെയും AIADMK അംഗങ്ങളെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. കുതിരക്കച്ചവടം ഭയന്ന ഒരു സംഘം നിയുക്ത MLA-മാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ AIADMK. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിൽ, ഗുഡ് മോർണിംഗ്. ഒരു വിജയ് സിനിമയുടെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കാണുന്ന പോലെ ട്വിസ്റ്റാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായിരുന്നു, അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ 118 എത്തിക്കാൻ വിജയ് നടത്തുന്ന നീക്കങ്ങൾ എന്താണ്? അതിനിടയിൽ ഇന്നലെ കേട്ടൊരു വാർത്തയാണ് ഈ AIADMKയും DMKയും ഒന്നു ചേർന്നുകൊണ്ട് വിജയ്ക്കെതിരായി ഒരു മുന്നണി രൂപീകരിക്കാൻ പോകുന്നു. അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അതിഥികളെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചതിന് പിന്നാലെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകുന്നതും വിജയ്ക്ക് സർക്കാർ രൂപീകരണത്തിൽ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തത്. 112 MLA-മാരുടെ കത്ത് മാത്രം പോരാ എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 118 പേരുടെ കൃത്യമായ പട്ടിക നൽകിയാൽ മാത്രമേ സത്യപ്രതിജ്ഞയ്ക്ക് വിജയിയെ ക്ഷണിക്കുകയുള്ളൂ എന്ന നിലപാട് രാജേന്ദ്ര അർലേക്കർ എടുക്കുന്നു. അതിന് പിന്നാലെ വലിയ അനിശ്ചിതത്വം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ നടക്കാനുള്ളത് CPM CPI കക്ഷികളുടെ നിലപാട് എന്ത് എന്നറിയുകയാണ്. നാളെ നിലപാട് അറിയിക്കാമെന്നാണ് വിജയിയോട് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും പിന്നെയും വേണം 3-4 സീറ്റുകൾ. അതും ചെറു കക്ഷികളുമായി ചർച്ച ചെയ്യാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. AIADMKയിലെ ഒരു വിഭാഗം TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും വലിയ വിഭാഗീയതയിലേക്ക് ആ പാർട്ടി പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതാകട്ടെ AIADMKയിലെ ഒരു വിഭാഗം MLA-മാരെ കുതിരക്കച്ചവടം ഭയന്നുകൊണ്ട് പുതുച്ചേരിയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതേസമയം തന്നെയാണ് DMKയും AIADMKയും തമ്മിലുള്ള ചർച്ചയും തുടരുന്നത്. അത് വിദൂര സാധ്യതയാണ് എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകരാകെ വിലയിരുത്തുന്നത്. സ്വന്തം അസ്തിത്വം പണയവെച്ചുകൊണ്ട് 2 ശത്രുക്കളായി ദീർഘകാലം നിന്നിരുന്ന ദ്രാവിഡ പാർട്ടികൾ ഒരുമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ആ നിലയിലുള്ള രഹസ്യ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഏതായാലും വിജയുടെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമുണ്ട്. വെള്ളിയാഴ്ച വരെ സമയം അനുവദിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി 118 പേരുടെ പട്ടിക ഹാജരാക്കണമെന്നുള്ളതാണ് ഗവർണറുടെ ആവശ്യം. അങ്ങനെയല്ല എങ്കിൽ മറ്റ് സാധ്യതകളിലേക്ക് ഗവർണർക്ക് പോകേണ്ടി വരും. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. വെറും 2 വർഷം മാത്രം പ്രായമുള്ളൊരു പാർട്ടി ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 107-108 സീറ്റുകളാണ് നേടിയത്. വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ സാധ്യതകളും അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിനുള്ള ശ്രമങ്ങൾ വിജയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുമുണ്ട്.